ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ വിഷയം. ഏതൊരു കത്തിയും വെറും 10 രൂപ മുടക്കിൽ നമുക്ക് എങ്ങനെ ബ്ലേഡ് പോലെ നല്ല മൂർച്ചയുള്ളതാക്കി മാറ്റാം എന്നുള്ളതാണ്. ഇത് വീട്ടിൽ ഉപയോഗിക്കാൻ, നമ്മൾ കറിക്കൊക്കെ അറിയാൻ ഉപയോഗിക്കുന്ന കത്തിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിന് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു സാൻഡ് പേപ്പറിൻ്റെ പീസ്. ഇത് വെറും 10 രൂപക്ക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. 1 ഫൂട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇത് 80 ഇതിൻ്റെ സൈസ് വരുന്നത്. ഇത് ഇച്ചിരി റഫ് കൂടിയ സൈസാണ്. വേറൊരു പീസ് കൂടെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതാവശ്യമില്ല, ഇത് ഞാൻ ജസ്റ്റ് എടുത്തപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് മാത്രം. ഇത് ഇച്ചിരി റഫ് കുറഞ്ഞ ഐറ്റമാണ്. ഇത് 128 ആയിരിക്കും ഇതിൻ്റെ സൈസ് വരുന്നത്. എത്രയെന്ന് കൃത്യമായിട്ട് അറിയില്ല, അതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു 2 വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീസാണിത്. ഇത് ഞാൻ ചെയ്തു വച്ചിട്ടുള്ളതാണ്. എൻ്റെ കയ്യിലിപ്പോൾ നിലവിൽ ചെറിയ മുള്ളാണിയൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഹോം ക്വാറന്റൈനിലാണ്. അപ്പം ഇത് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പ്ലൈവുഡിൻ്റെ പീസിൻ്റെ മേലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു പ്ലൈവുഡിൻ്റെ പീസ് എടുക്കുക, വീതി കുറഞ്ഞ ഒരു പ്ലൈവുഡിൻ്റെ പീസ്. നിങ്ങൾ ചെയ്യുമ്പം എന്തായാലും 1 ഫൂട്ട് നീളത്തിൽ ചെയ്തു, അതാണ് കൂടുതൽ സൗകര്യം. എന്നിട്ട് ഈ പ്ലൈവുഡിൻ്റെ പീസോ മരത്തിൻ്റെ പട്ടികൻ്റെ പീസോ എന്തും ഉപയോഗിക്കുക. നമുക്ക് ഒരു ആണി അടിച്ച് വെക്കാൻ പറ്റുന്ന എന്ത് സാധനത്തിനും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതേപോലെ പുറകിലേക്ക് മടക്കിയിട്ട് ആണി അടിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിലിപ്പം ആണി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുതിയത് അടിച്ച് കാണിച്ചു തരാത്തത്. ഇങ്ങനെ നമ്മൾ അടിച്ചു വെച്ചാൽ വളരെ സുഖമായിട്ട് നമുക്ക് ഏത് കത്തിയും നല്ല കൃത്യമായിട്ട് നല്ല മൂർച്ചയുള്ളതാക്കി മാറ്റാം. അപ്പോൾ ഞാനത് ഈ കത്തി ഒന്ന് മൂർച്ച കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളെ കത്തി എല്ലാവരും നോക്കുക, നല്ല മൂർച്ച ആയിട്ടുണ്ട്, വളരെ ഷാർപ്പാണ് സംഭവം. ഇതേപോലെ കനം കുറഞ്ഞ ടൈപ്പ് കത്തിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 100 120 ഒക്കെ സാൻഡ് പേപ്പർ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ കൃഷിപ്പണിക്ക് ഉപയോഗിക്കുന്ന കനം കൂടിയ കൊടുവാള് പോലത്തെ കത്തി പോലത്തെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 80 ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറും ഇതേപോലെ പട്ടികയിലോ എവിടെയെങ്കിലും അടിച്ച് നിർത്തിയിട്ട് ആദ്യം ഇതിൽ വെച്ചിട്ടൊന്ന് മൂർച്ച കൂട്ടുക. എന്നതിന് ശേഷം 100 120 നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നല്ല മൂർച്ച ഉണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മൂർച്ചയും കൂട്ടിയെടുക്കാൻ പറ്റും. ആദ്യമൊക്കെ ഈ പൊടിയിട്ടിട്ട് കത്തി തേക്കുന്നത് കണ്ടില്ലേ, അതേ ആ രൂപത്തിലേക്ക് നല്ല ഷാർപ്പായി തന്നെ ഇരിക്കും ഇത് ചെയ്താൽ. പിന്നെ കൂട്ടത്തിൽ പറയാനുള്ളൊരു സംഭവം, ഇതേപോലത്തെ സ്റ്റീൽ കത്തികൾ നമ്മളെല്ലാവരും കാശ് കൊടുത്ത് വാങ്ങിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല മൂർച്ച ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഇതൊന്ന് മൂർച്ച കൂട്ടിയാൽ ഇതിൻ്റെ ഉള്ള മൂർച്ച കൂടെ പോവലാണ് ഒട്ടുമിക്ക ആളുകളെ അനുഭവം. അതുകൊണ്ട് ഈ കത്തി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ കമ്പനി മിഷൻ വെച്ചിട്ട് മൂർച്ച വെച്ചിട്ടേ ഉള്ളൂ, മൂർച്ച കൂട്ടിയിട്ടുള്ളൂ. ഈ സൈഡ് ഒന്നും ചെയ്തിട്ടില്ല. ഈ സൈഡ് ഇവിടെ ജസ്റ്റ് ഒരു ചരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 1 സൈഡ് അടിക്കുന്ന ഒരു കത്തിയാണ്. 1 സൈഡ് ഇതിനോട് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തൊലിച്ചെത്തി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും. കത്തി തിരിച്ചു പിടിച്ചാൽ ഉള്ളിലേക്ക് പോകും. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. അതിൻ്റെ കാരണം ഇത് ഒരു സൈഡ് മാത്രമാണ് മൂർച്ച കൂട്ടിയിട്ടുള്ളൂ. നമ്മൾ മൂർച്ചയാക്കും, നമ്മൾ ഈ സൈഡിലൂടെ മൂർച്ചയാക്കി കഴിഞ്ഞാൽ ഈ കത്തി ഒരിക്കലും മൂർച്ച ഉണ്ടാവില്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് 1 സൈഡ് അടിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മറ്റുള്ള ആളുകൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.